ക്രോമസോമിന്റെ റെപ്ലിക്കേഷൻ. അതായത് അപ്പൊ ക്രോമസോം റെപ്ലിക്കേഷൻ, ഞാൻ റെപ്ലിക്കേഷൻ തന്നെ എഴുതാം. ക്രോമസോം റെപ്ലിക്കേഷൻ. ഓക്കെ, ക്രോമസോമിന്റെ കോപ്പി ഉണ്ടാക്കൽ, ക്രോമസോമിന്റെ തനി പേർപ്പ് ഉണ്ടാക്കൽ. ഓക്കെ, ക്രോമസോം റെപ്ലിക്കേഷൻ. അപ്പൊ ക്രോമസോം റെപ്ലിക്കേഷൻ നമുക്കറിയാം. ഇപ്പൊ സെൽ ഡിവിഷൻ, കോശ വിഭജനം ആരംഭിക്കുന്നു. കോശ വിഭജനം ആരംഭിക്കുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെ കാണും ക്രോമസോം. ഓക്കെ, ക്രോമസോം അല്ലേ? അതായത് സെൽ ഡിവിഷൻ ആരംഭിച്ചു, കോശ വിഭജനം ആരംഭിച്ചു, കോശ വിഭജനം ആരംഭിച്ചു. ഇത് ഏത് സ്റ്റേജ്? പ്രോഫേസ് വന്നു, പ്രോഫേസിലേക്ക് എത്തി. ഓക്കെ, അതായത് ഇത് ഒരൊറ്റ ക്രോമസോമാണ്. ദിസ് ഈസ് ക്രോമസോം, ഒറ്റ ക്രോമസോംസ്. അങ്ങനെ ഈ പ്രോഫേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ ക്രോമസോംസ് എന്ത് ചെയ്യും? റെപ്ലിക്കേറ്റ് ചെയ്യും. അതായത് ഈ റെപ്ലിക്കേഷൻ നടക്കും, പകർപ്പുണ്ടാക്കൽ നടക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രോമസോംസ് ഇതേ രൂപത്തിലുള്ള ഈ ഒരു സ്ട്രക്ചറിലേക്കായിട്ട് മാറും. ഇങ്ങനെ ഇരട്ടിക്കും. റെപ്ലിക്കേറ്റ് ചെയ്തു, ഇരട്ടിച്ചു, റെപ്ലിക്കേറ്റ് ആവും. അതായത് ഇതെന്താണ്? ഇത് ക്രോമസോമാണ്. ഇതെന്താണ്? ഇതിനെന്താ വിളിക്കുന്നേ? ക്രോമസോം അല്ലേ? ഇത് ക്രോമസോം ആണല്ലോ, ആണോ? ഇതും എന്ത് തന്നെയാണ്? ക്രോമസോം തന്നെയല്ലോ. ഇതും ക്രോമസോം തന്നെ, രണ്ട് ക്രോമസോം തന്നെ. ആദ്യത്തത് നോർമൽ ക്രോമസോം പ്രോഫേസിൽ, അത് റെപ്ലിക്കേഷൻ നടന്ന് ഇരട്ടിച്ചു, രണ്ടെണ്ണമായിട്ട് മാറി. ഓക്കെ, ഇതില് നോക്കിയോ, അതായത് കോശവിനെ ആരംഭിക്കുമ്പോഴത്തേക്ക് പ്രോഫേസിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒരെണ്ണമുള്ള ഇങ്ങനെയുള്ള ക്രോമസോം, പക്ഷെ വലുതാക്കി വരയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ക്രോമസോം ഇങ്ങനെ ഉണ്ടായിരുന്ന, അപ്പൊ ഇതിനെ നമ്മൾ ക്രോമസോം എന്നാണ് വിളിച്ചത്. ഇങ്ങനെയുള്ള ക്രോമസോം വിഭജനം നടക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഇതേ രൂപത്തിലുള്ള, അതായത് ഈ ഉണ്ടായിരുന്ന ഈ ക്രോമസോമിന്റെ അതേ രൂപത്തിലുള്ള വേറൊരാളെയും കൂടെ സൃഷ്ടിച്ചുകൊണ്ടാണ്, ഇങ്ങനെ ഉള്ള വേറൊരാളെയും കൂടെ സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പുതിയൊരാളെയും കൂടെ സൃഷ്ടിച്ചുകൊണ്ട് ഒരെണ്ണം കൂടെ ഉണ്ടാക്കി. ഇങ്ങനെ അതേപോലെ കോപ്പി വേറൊരാളെയും കൂടെ ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഇയാളെ നമ്മൾ ക്രോമസോം എന്ന് വിളിച്ചു. ഇദ്ദേഹം ക്രോമസോം തന്നെയാണ് അല്ലേ? ഇന്ന് നോക്കിക്കോ, ആദ്യം ഉണ്ടായിരുന്ന പ്രോഫേസ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഈ ക്രോമസോമിലും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം, അടുത്തൊരു ഭാഗം. അതിനെ രണ്ടിനെയും കൂടെ നടുക്കൊരു സാധനം കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനെ നമ്മൾ സെൻട്രോമിയർ എന്നൊക്കെ വിളിക്കും പിന്നീട്. ഓക്കെ, ഇവിടെ അതിന്റെ കോപ്പി, അതിന്റെ കോപ്പി ഇങ്ങോട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇവിടെ സെൻട്രോമിയർ അതിന്റെ അതേപോലുള്ള കോപ്പികൾ ഇങ്ങനെ ഉണ്ടാക്കി. ഓക്കെ, രണ്ട് കോപ്പി ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. രണ്ടിനെയും നമ്മൾ ക്രോമസോം എന്ന് വിളിച്ചു. ഇനി ഈ ആദ്യത്തെ ഇതിനെ എന്തെന്ന് വിളിക്കും? ഈ സാധനങ്ങൾ എന്താ? ഇതും എന്തുവാടെ? ആദ്യത്തെ ഈ ക്രോമസോമിൽ ഇത് രണ്ടും എന്താ പറയാമോ? എന്തെന്ന് വിളിക്കും? ഈ ക്രോമസോമിന്റെ എന്തെന്ന് വിളിക്കും? ഇത് രണ്ടിനെയും എന്തെന്ന് വിളിക്കും? അതായത് ഈ ക്രോമസോമിൽ നിന്ന് പിരിഞ്ഞു വന്ന ആളാണ് ഈ രണ്ടുപേരും. ഈ ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പിരിഞ്ഞു കിട്ടിയതാണ് ഈ രണ്ടെണ്ണം. അപ്പൊ ഇതിലുണ്ടായിരുന്ന ഈ ഓരോ കൈനെ, അത് തന്നെയാണ് കൈ ഇല്ലേ, ആം ഇല്ലടേ ഇല്ലേ? നിങ്ങളതിനെ എന്തെന്ന് വിളിക്കൂടെ? നിങ്ങളതിനെ ക്രോമസോമിനെ പറ്റി പഠിക്കുമ്പോഴേ നിങ്ങൾ അതിന്റെ പേരൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ട്. പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ആ ക്രോമസോമിനെ ഒരു പേരൊക്കെ ഇട്ട് നിങ്ങൾ വിളിക്കും. അല്ല, അതൊക്കെ പിന്നെയാണ്. അത് തന്നെ, അതൊക്കെ പിന്നെയാണ്. നമ്മൾ സാധാരണ ക്രോമസോം എന്ന് പറയുമ്പോഴത്തേക്ക്, ക്രോമസോമിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് ക്രോമസോം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും എന്തൊക്കെയുണ്ടെന്ന്. സെൻട്രോമിയർ ഉണ്ട് അല്ലേ? ഒരു ക്രോമസോം എന്ന് പറയുമ്പോഴത്തേക്ക് നടുക്ക് ഒരു സെൻട്രോമിയർ ഉണ്ട്. ഒരു സെക്കൻഡ്, ഒരു സെൻട്രോമിയർ ഉണ്ട്. പിന്നെന്തുണ്ട്? പിന്നെ
ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ രണ്ട് പോളിലും ഇവിടെയും ഇവിടെ ആയിട്ടൊരു സാധനം ഉണ്ട കാണപ്പെടും അല്ലേ? എല്ലായിടത്തും ഉണ്ടായിരിക്കും ഇല്ല? അത് നിങ്ങളൊരു പേര് വിളിക്കും. എന്ത് വിളിക്കൂടെ? ടീലോമിയർ അല്ലേ? ടീലോമിയർ എന്ന് വിളിക്കും. കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നില്ല. പിന്നെ നടുക്കുള്ള ആളിനെ നമ്മൾ സെൻട്രോമിയർ എന്ന് പറഞ്ഞത്. പിന്നെ വിളിക്കും ഈ സെൻട്രോമിയറിനോട് ചേർന്ന് തന്നെ ഒരാളുണ്ട്. അയാൾക്കൊരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കൈനറ്റോ എന്താണ്ടേ? കൈനറ്റോകോർ നാലാമത്താണ് ഞാൻ പറഞ്ഞത്. എന്താണ് കൈനറ്റോകോർ? പിന്നെ ഒരാളുണ്ട്, പ്രധാനപ്പെട്ട ഒരാളുണ്ട് കൈനറ്റോകോർ. അതാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വന്നത്. അല്ല, അതൊന്നും എത്തിയില്ല. സെൻട്രോമിയർ, ടീലോമിയർ, കൈനറ്റോകോർ. ഇനി നാലാമത്തത് പിന്നെ ആരാ ഉള്ളേ? ഇനി ആരേ ഉള്ളൂ? ഇനി പറയാനായിട്ടാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ ഈ 2 കൈകൾ മാത്രമല്ലേ ഉള്ളൂ ഇല്ലടേ? ഈ 2 കൈകൾ മാത്രമല്ലേ ഉള്ളൂടെ ക്രോമസോംസിന്റെ അല്ലേ? ഈ ചെറിയ കൈയും ഈ വലിയ കൈയും. അതിന് നമ്മൾ പറയും പി ആമും. അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ പഠിച്ചിട്ടില്ലേ? പി ആൻഡ് ക്യൂ കൈകൾ അല്ലേ? പി ആൻഡ് ക്യൂ ആം. 2 കൈകൾ അല്ലെ? 2 കൈകളുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ സിംഗിൾ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിനെ ക്രോമസോമിന്റെ കൈകളെന്നേ പറയത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ എന്തെന്ന് വിളിക്കത്തില്ല. ക്രൊമാറ്റിഡ് എന്നവിടെ നമ്മൾ വിളിക്കത്തില്ല. പിന്നെ എപ്പോഴാ ക്രൊമാറ്റിഡ് ആവുന്നത്? ക്രൊമാറ്റിഡ് എന്ന് വിളിക്കുന്ന ഈ ക്രോമസോംസ് ഇല്ലേ, ഇവിടെ റെപ്ലിക്കേഷൻ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഈ ക്രോമസോമിന്റെ ഒരു കോപ്പിയും കൂടെ ചേർത്തൊരാൾ വന്നു അല്ലേ? ഒരേപോലുള്ള അയാളെ പോലുള്ള വേറൊരാളെ ഉണ്ടാക്കി അല്ലേ? അതായത് ഈ 2 ഇവിടെയുള്ള ഈ ക്രോമസോമും എന്താണ്ട് ഐഡന്റിക്കൽ ആണെന്ന് പറയൂലേ? സമജാതമാണെന്ന് നമ്മൾ പറയും അല്ലേ? സമജാതമാണെന്ന് പറയും. ഐഡന്റിക്കൽ ആണ് അല്ലേ? കാരണം ഇതിൽ നിന്നുണ്ടായതാണ് അടുത്ത കോപ്പി. അപ്പൊ ഇത് ആദ്യം ഉണ്ടായിരുന്ന ഈ ആള് തന്നെയാണ്. പിന്നെ രണ്ടാമത് അതിന്റെ തന്നെ ഒരു കോപ്പി ഉണ്ടാക്കി, ഇതും ഉണ്ടാക്കി അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് പിരിഞ്ഞു വന്ന ഒന്നാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. അപ്പൊ പിരിഞ്ഞു വന്നപ്പോഴും അതായത് അതിന്റെ 2 പകുതിയും ജോയിന്റ് ആയത് മുമ്പുണ്ടായിരുന്ന സെൻട്രോമിയറിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഒരിക്കലും ഈ അവസ്ഥയിൽ ഇതിനെ രണ്ടിനെയും ക്രൊമാറ്റിഡ് എന്ന് വിളിക്കത്തില്ല. ഇതിനെ പിയാം, ക്യൂആം എന്ന് വിളിക്കത്തില്ല. അല്ലെ 2 കൈകൾ ഉണ്ടെന്ന് പറയത്തേ ഉള്ളൂ. 2 ആമുകൾ. അത് റെപ്ലിക്കേഷൻ കഴിഞ്ഞ് ആഫ്റ്റർ ദ റെപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അതിന്റെ അതേ കോപ്പികൾ വരുന്ന സമയത്ത് കോപ്പികൾ വന്നിട്ട് സമജാതമായിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള എന്തായിട്ട് മാറുന്നു? ഐഡന്റിക്കൽ ആയിട്ടുള്ള എന്തായിട്ട് മാറുന്നത്? സമജാത ക്രൊമാറ്റിഡുകളായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിന് ചോദിക്കാനുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം എന്താ മനസ്സിലായത്? ക്രൊമാറ്റിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്നും എന്താണ് ക്രൊമാറ്റിഡ് എന്ന് മനസ്സിലായത്? അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിന്ന്. വേറെ നിങ്ങൾ തലകുത്തി പഠിച്ചു കഴിഞ്ഞാലും ഒന്നും ചോദിക്കത്തില്ല. അതായിരിക്കും ചോദിക്കുന്നത്. എന്തായിരിക്കും ഈ ക്രൊമാറ്റിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് പറഞ്ഞേ. എനിബഡി ഒന്ന് പറയാമോടെ? ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞു. അതായത് അത് ഞാൻ പറഞ്ഞു, കോശവനം നടന്ന് പ്രൊഫൈൽ സ്റ്റേജിൽ ക്രോമസോം ഇങ്ങനെ എത്തുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ക്രൊമാറ്റിഡ് എന്ന് വിളിക്കത്തില്ല, 2 ആമുകളെന്നേ വിളിക്കത്തുള്ളൂ. പിന്നെ റെപ്ലിക്കേഷൻ നടന്നു, അതിന്റെ അതേ സ്വഭാവമുള്ള അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുന്നു.
എന്നിട്ട് സെൻട്രോമിയറുമായിട്ട് ചേർന്നിരിക്കുന്നു, ഐഡന്റിക്കലായിട്ട് സമജാതമായിട്ട് സെൻട്രോമിയറുമായിട്ട് ജോയിന്റ് ചേർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ വിളിച്ചത് സമജാത ക്രൊമാറ്റിഡുകൾ എന്നാണ്. അതായത് ഇതിനെയും ക്രൊമാറ്റിഡ് എന്നപ്പോൾ നമ്മൾ വിളിക്കും, ഇതിനെയും ക്രൊമാറ്റിഡ് എന്ന് വിളിക്കും. ഒരുമിച്ച് ചേർത്ത് ക്രോമസോം എന്നും പറയും. സമജാത ക്രൊമാറ്റിഡുകൾ അപ്പോഴും ഉണ്ടായി. രണ്ട് ക്രൊമാറ്റിഡുകൾ, ഇവിടെ നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ പറഞ്ഞതിൽ നമുക്ക് എന്ത് വ്യക്തമായി, എന്ത് മനസ്സിലായി? എനിബഡി, ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? അവിടെ ഈ സ്റ്റേജ് എപ്പോഴുള്ള സ്റ്റേജാ? പറഞ്ഞേ, ഈ സ്റ്റേജ് എപ്പോഴുള്ള സ്റ്റേജാ? വെരി ഗുഡ്, വെരി ഗുഡ്. അത് മനസ്സിലായെങ്കിൽ ഇത് പറയാറുന്നല്ലോ. ഈ സ്റ്റേജ് റെപ്ലിക്കേഷന് മുന്നേ ഉള്ള സ്റ്റേജാണ് അല്ലേ? തനിപ്പകർപ്പുണ്ടാക്കലിന് മുന്നേ ഒരിക്കലും ക്രോമസോമിലുള്ള ആമിനെ എന്തെന്ന് വിളിക്കത്തില്ല? ക്രൊമാറ്റിഡ് എന്ന് വിളിക്കത്തില്ല. അതിന്റെ അർത്ഥം പരിശോധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്രോമസോമിന് റെപ്ലിക്കേഷൻ നടന്നതിന് ശേഷം, ക്രോമസോമിന് അതിന്റെ കോപ്പി ഉണ്ടാക്കൽ നടന്നതിന് ശേഷം, അതിന്റെ തനി പകർപ്പുണ്ടാക്കൽ നടന്നതിന് ശേഷം, അതിന്റെ ആവർത്തനത്തിന് ശേഷം മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? പറയടേ. വെരി ഗുഡ്, ക്രൊമാറ്റിഡുകൾ ഉണ്ടാവുന്നുള്ളൂ. അതാണ് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ക്രോമസോമിന് എന്താണ്? അതായത് മാത്രമേ ക്രൊമാറ്റിഡ് ഉണ്ടാവുന്നുള്ളൂ. അതായത് ക്രോമസോം റെപ്ലിക്കേഷൻ നടന്നതിന് ശേഷം, അല്ലെങ്കിൽ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ക്രോമസോം അതിന്റെ യഥാർത്ഥ തനതായ ഒരു ആവർത്തന കോപ്പി ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ക്രൊമാറ്റിഡ് ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായടെ? തിരിച്ചും തരും. പ്രോഫേസ് സ്റ്റേജിൽ ക്രൊമാറ്റിഡ് ഉണ്ടാവുന്നു പറഞ്ഞു തരും, അല്ലെങ്കിൽ കോശവിനം നടന്നുടനെ ക്രൊമാറ്റിഡ് ഉണ്ടാകുന്നു തരും, അല്ലെങ്കിൽ റെപ്ലിക്കേഷന് മുമ്പ് ക്രൊമാറ്റിഡ് കാണുന്നു പറഞ്ഞു തരും. ഓക്കെ, മനസ്സിലായടെ? ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നോക്കിക്കോളണേ. നമ്മള് കണ്ടത് എങ്ങനെയാണ്? ആദ്യം ക്രോമസോം ഇങ്ങനെ നിന്നു അല്ലേ, ഒരു സ്റ്റേയില്. ഇതിന് നമ്മൾ ലാംബ്രഷ് പഠിച്ചു. ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേനെ എന്ത് വിളിക്കും? ഇങ്ങനെയാണെങ്കിൽ എന്ത് വിളിക്കും? ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിനെ എന്തെന്നാ വിളിക്കുന്നത്? ഈ പേര്, ഈ ഒരു സ്റ്റേജിനെ എന്തെന്നാ വിളിക്കുന്നത്? ലാംബ്രഷ് ക്രോമസോമിനെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചല്ലേ, ഇതിനെന്താ വിളിക്കുന്നേ? ലാംബ്രഷിൽ ഇതും പഠിച്ചായിരുന്നു നമ്മൾ. ലാംബ്രഷ് ക്രോമസോംസ് പഠിച്ചപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. ലാംബ്രഷ് ക്രോമസോമുകൾ നിൽക്കുന്നത് ഈ രണ്ട് രീതിയിലും കാണപ്പെടുമെന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് പറയടേ? ഈ രണ്ട് സ്റ്റേജിനെ എന്തെന്ന് വിളിക്കുന്നത്? അത് തന്നെയാണ്, വൈവാലന്റ് ഫോമാറ്റും. പിന്നെ അതെന്തായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു? വൈവാലന്റും പഠിച്ചില്ല. വൈവാലന്റും ടെട്രാഡ്. ഓർമ്മയുണ്ടോ? പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? വൈവാലന്റ് ആൻഡ് ടെട്രാഡ്, അതായത് ദ്വിമുഖവും അതുപോലെ തന്നെ ചതുർമുഖവും അല്ലേ? ദ്വിമുഖവും ചതുർമുഖവും. ഇപ്പം അതാണ് സംഭവിച്ചത്. ആദ്യം പ്രോഫേസില് ദ്വിമുഖമായിട്ട് നിന്നത് റെപ്ലിക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായിട്ട് മാറി? ചതുർമുഖനായിട്ട് മാറി, ടെട്രാഡായിട്ട് മാറി. ഇത് നമ്മള് ആരില് കണ്ടയാണ്? ലാംബ്രഷ് ക്രോമസോംസിൽ കണ്ടയാണ് അല്ലേ? അതായത് ലാംബ്രഷ് ക്രോമസോംസിന്റെ ഒരു പ്രത്യേകതയായിരുന്നു എന്തെന്ന് പറയുന്നത്? വൈവാലന്റ് അല്ലേ? അതായത് ലാംബ്രഷ് ക്രോമസോമുകള് വൈവാലന്റ് നേച്ചറിലായിരിക്കും അല്ലേ? അതുപോലെ തന്നെ എന്തെന്ന് പറഞ്ഞു? അറേഞ്ച്മെന്റ്, വൈവാലന്റ് ക്രോമസോമുകൾ ഇങ്ങനെ പെയർഡായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അല്ലേ? ആ പെയർഡായിട്ട് ഇങ്ങനെ ഇങ്ങനെ പെയറായിട്ട് ഇങ്ങനെയാണ് ബൈവാലന്റ് ക്രോമസോമുകൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ പെയറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ബൈവാലന്റ് എന്ന് പഠിച്ചത്. ബൈവാലന്റ് ലാംബ്രസ് ക്രോമസോംസ് ഈ പെയറായിട്ട് ജോഡിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ബൈവാലന്റ് ക്രോമസോംസുകൾ അല്ലേ? അതായത് ഇതിനെ നമ്മൾ വിളിച്ചു ഇതിന്റെ മെറ്റേണൽ കോപ്പി ഓർമ്മയുണ്ടാ പറഞ്ഞതൊക്കെ? ഓക്കെ ഡേ. ഈ രണ്ട് കോപ്പിയും കൂടി സെൻട്രോമറുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ സെൻട്രോമറുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? അതൊരു ടെട്രാഡായിട്ട് മാറുന്നത് ലാംബ്രസ് ക്രോമസോംസുകള്. അതുകൊണ്ട് നമ്മൾ വിളിച്ചു ബൈവാലന്റ് ക്രോമസോമിനെ ഒരുമിച്ചൊരു പേര് ചേർത്ത് വിളിച്ചതാണ് ബൈവാലന്റ് ലാംബ്രസ് ക്രോമസോമുകൾ എന്ന് പറയുന്നത് എന്താണ്? ബൈവാലന്റ് ടെട്രാഡ്. ബൈവാലന്റ് ടെട്രാഡ് എന്നാണ് എന്ന് വിളിച്ചത്. അതായത് ലാംബ്രസ് ക്രോമസോമുകൾ എന്ന് പറയുന്നത് ഒരു ബൈവാലന്റ് ടെട്രാഡ് ക്രോമസോമുകളാണ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ക്ലാസ്സിൽ കയറാത്തവര് ആ ക്ലാസ് കണ്ട് പഠിക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയും അത് തന്നെ വന്നു. ഇവിടെ അത് തന്നെ സംഭവിച്ചു അല്ലേ? ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഒരു ബൈവാലന്റ് നേച്ചർ ആദ്യം വന്നു, പിന്നെ ഒരു ടെട്രാഡായിട്ട് മാറി. ഓക്കെ, അപ്പൊ അത് അതിന്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ഞാൻ വരച്ചപ്പോൾ ഒരേപോലെ ആയില്ല, ഒരേപോലെ ആകണമായിരുന്നു. ഓക്കെ, ഇത് രണ്ട് ഈ ഞാൻ ഇപ്പോൾ ഒരേപോലെ അല്ല, നിങ്ങൾ എന്തായാലും ആ പേര് പറഞ്ഞു. ഇത് രണ്ട് എങ്ങനെയുള്ള ക്രോമസോമുകൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരേപോലെ ഇരിക്കുന്ന ക്രോമസോമുകളെ രണ്ടെണ്ണം ഉണ്ട്. ബൈവാലന്റ് ആണ്, ദ്വിമുഖമാണ്. ഇതിനെ എങ്ങനെയുള്ള ക്രോമസോംസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനാണെങ്കിൽ നമുക്ക് ഒരു കളർ വെരി ഗുഡ്, ഹോമോലോഗസ് ക്രോമസോമുകൾ, അല്ലെങ്കിൽ മലയാളം നമ്മൾ പഠിച്ചായിരുന്നു, എന്തെന്ന് വിളിക്കൂടെ? ഹോമോലോഗസ് ക്രോമസോമുകൾ, അല്ലെങ്കിൽ രണ്ട് കളർ കൊടുക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ചുകൂടി. ഹോമോലോഗസ് ക്രോമസോമുകൾ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ഹോമോലോഗസ് ക്രോമസോമുകൾ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുക അതിനെ അനുരൂപ ക്രോമസോമുകൾ അല്ലേ? അനുരൂപ ക്രോമസോമുകൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അതായത് ഇങ്ങനെ നമ്മളിവിടെ ഞാൻ നേരത്തെ ലാംബ്രഷിൽ പറഞ്ഞത് തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ ലാംബ്രഷിൽ പറഞ്ഞു, ഇതിനെയാണ് നമ്മൾ ബൈവാലന്റ് എന്ന് പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നായിരുന്നു, രണ്ട് ഹോമോലോഗസ് ക്രോമസോമുകൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന്? ബൈവാലന്റ്. രണ്ട് ഹോമോലോഗസ് ക്രോമസോമുകൾ, രണ്ട് ഹോമോലോഗസ് ആയിട്ടുള്ള ഇത്തരത്തില് ഹോമോലോഗസ് ആയിട്ടുള്ള അനുരൂപ ക്രോമസോമുകൾ, രണ്ട് അനുരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ ഹോമോലോഗസ് ക്രോമസോമുകൾ, രണ്ട് അനുരൂപ ക്രോമസോമുകൾ അടുത്തടുത്ത് നിന്നാൽ, രണ്ട് ഹോമോലോഗസ് ക്രോമസോമുകൾ അല്ലെങ്കിൽ രണ്ട് അനുരൂപ ക്രോമസോമുകൾ അടുത്തടുത്ത് നിന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈവാലന്റ് എന്ന് പറയുന്നത്. ബൈവാലന്റ് എന്ന് വിളിക്കുന്നത് ഈ ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന ബൈവാലന്റിൽ എന്തില്ല? ആർക്ക് പറയാം? എന്ത് സാധനം ഇല്ല? ഇത് ക്രോമസോമാണെന്ന് പറയാം, പക്ഷെ എന്ത് ഇല്ല ബൈവാലന്റില്? എന്തില്ല എന്ന് പറയാം നമുക്ക്? പറയടേ, ഒന്ന് ചിന്തിക്കടേ. എന്തില്ലടേ ഇവിടെ? ആമുണ്ട്. വെരി ഗുഡ്. ഇവിടെ എന്തില്ല? ബൈവാലന്റില് ക്രൊമാറ്റിഡ് ഇല്ല. അതൊക്കെ പരീക്ഷ ചോദിക്കാം. ബൈവാലന്റ് നേച്ചറിൽ നമ്മൾ ക്രോമസോമിന്റെ മോർഫോളജി ക്യാരക്ടേഴ്സിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ബൈവാലന്റ് നേച്ചറിൽ ക്രൊമാറ്റിഡ് ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ക്രൊമാറ്റിഡ് ഇല്ല, അതാ ശ്രദ്ധിക്കാനുള്ളത്.
ലാംബ്രഷിലും അങ്ങനെ തന്നെയായിരുന്നു. വൈവാലന്റ് ആകുമ്പോൾ ക്രൊമാറ്റിഡ് ഇല്ല, പക്ഷെ ടെട്രാഡിലേക്ക് വരുമ്പോൾ ക്രൊമാറ്റിഡ് ഉണ്ട്. അതുകൊണ്ടാണ് ലാംബ്രഷിനെ വൈവാലന്റ് ടെട്രാഡ് എന്ന് വിളിച്ചത്. ആദ്യം വൈവാലന്റ് ഷേപ്പിലേക്ക് വരുന്നു, പിന്നെ ടെട്രാഡായിട്ട് മാറുന്നു പെയറായിട്ട്. ഓക്കെ, അതായത് ഈ ആദ്യം ഞാൻ വരച്ച ഈ സാധനം റെപ്ലിക്കേറ്റ് ചെയ്ത് ഇതിന് ആഫ്റ്റർ റെപ്ലിക്കേഷൻ ചെയ്ത് ഉണ്ടായി. അടുത്ത ഇതിന് റെപ്ലിക്കേറ്റ് ചെയ്ത് അതും അടുത്തുണ്ടായി. ഓക്കെ, രണ്ടും റെപ്ലിക്കേറ്റ് ചെയ്തേ, രണ്ടിനും റെപ്ലിക്കേറ്റ് സംഭവിച്ചു. ഇത് എ എന്ന് പറയുന്ന ഈ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്ത് ഇതുണ്ടായി, ബി എന്ന് പറയുന്ന ഈ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്ത് ഇതും സംഭവിച്ചു. അതായത് രണ്ടിനും ഒരേപോലുള്ള സെയിം കോപ്പികൾ വന്നു. അപ്പൊ കോപ്പികൾ വന്നപ്പോഴത്തേക്ക് അതിലെന്തും വന്നു? കോപ്പികൾ വന്നപ്പോഴത്തേക്ക് അതിൽ സെൻട്രോമിയറും വന്നു. സെൻട്രോമിയറിനെ പറ്റി ഒരു ക്ലാസ് തന്നെ എടുക്കാറുണ്ട്, അത് നമുക്ക് എടുക്കാം, ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. സെൻട്രോമിയറിലേക്ക് വന്നു. സെൻട്രോമിയറും ടീലോമിയറൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, സെൻട്രോമിയറും വന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കോണ്ടേ, അതായത് അപ്പൊ അടുത്ത പോയിന്റ് അതായത് അനുരൂപ ക്രോമസോമുകൾ അടുത്തടുത്ത് വന്നാൽ അല്ലെങ്കിൽ അടുത്തടുത്ത് നിന്നാൽ അതിനെ വൈവാലന്റ് എന്ന് വിളിക്കുന്നു. വൈവാലന്റിന് ക്രൊമാറ്റിഡ് ഇല്ല. ഓക്കെ, ഇതൊന്നും കാണാപ്പാടം വേണ്ട, ഇത് അറിഞ്ഞിരുന്ന ഒരു കാണാപ്പാടം വേണ്ട. ഇനി ആലോചിക്കേണ്ടത്, അപ്പൊ നോക്കിയേ, ഇതിന് റെപ്ലിക്കേഷൻ സംഭവിച്ചപ്പോഴത്തേക്ക് മുകളിലുള്ള നമ്മൾ വരച്ച വൈവാലന്റ് ആയിട്ടുള്ള ക്രോമസോമുകൾക്ക് റെപ്ലിക്കേഷൻ, അതിന്റെ തനി പകർപ്പുണ്ടാക്കൽ നടന്നപ്പോഴത്തേക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തമായി. ഇവരെന്തായിട്ട് മാറി എന്ന് പറഞ്ഞേ, ഇവർ രണ്ടുപേരും എന്തായിട്ട് മാറിയടേ? എന്തായിട്ട് മാറി? ഇവർ രണ്ടുപേരും എന്തായിട്ട് മാറി? പറയേ, എന്തായിട്ട് മാറിയടേ? എന്തായിട്ട് മാറി? ഇവർ രണ്ടുപേരും, ഈ രണ്ട് വ്യത്യസ്ത ക്രോമസോമുകൾ എന്തായിട്ട് മാറി? എന്ത് ഫോമിലായി? വൈവാലന്റ് ടെട്രാഡായിട്ട് മാറി. ടെട്രാഡായിട്ട് മാറി ഇല്ലേ? അവർ രണ്ടുപേരും ടെട്രാഡായിട്ട് മാറി, ചതുർമുഖനായിട്ട് മാറി, ടെട്രാഡായിട്ട് മാറി. റെപ്ലിക്കേഷൻ സംഭവിച്ചപ്പോൾ നമ്മൾ ലാംബ്രഷിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവ ടെട്രാഡായിട്ട് മാറി, ചതുർമുഖനായിട്ട് മാറി. അതാണ് അടുത്ത പോയിന്റ്. ഈ സാധാരണ ക്രോമസോമിന്, അനുരൂപ ക്രോമസോമുകൾക്ക് റെപ്ലിക്കേഷൻ സംഭവിക്കും. അപ്പൊ അനുരൂപ ക്രോമസോമുകളായിരിക്കുമ്പോൾ അവ വൈവാലന്റ് ആയിരിക്കും, അപ്പൊ ക്രൊമാറ്റിഡ് ഒന്നും കാണത്തില്ല. പക്ഷെ അത് റെപ്ലിക്കേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അത് ടെട്രാഡ് ഫോമിലേക്കായിട്ട് മാറും. അപ്പൊ മൊത്തം എത്ര ക്രൊമാറ്റിഡ് വരും? എത്ര ക്രൊമാറ്റിഡ്? എത്ര ക്രൊമാറ്റിഡ് വരും ഇവിടെ? 1 2 3 4 ക്രൊമാറ്റിഡ്. ഇവിടെയും 1 2 3 4 ക്രൊമാറ്റിഡ്. അങ്ങനെ 4 ക്രൊമാറ്റിഡ് ഉണ്ടാകുന്നു. അതായത് വൈവാലന്റ് ക്രോമസോം, ശ്രദ്ധിച്ചോളണം, ഈ വൈവാലന്റ് ആയിട്ടുള്ള ക്രോമസോം ഇത് ഏത് ഫേസിൽ നിൽക്കുക? ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് ഏത് ഫേസാ? നമ്മൾ പറഞ്ഞല്ലോ, ഏത് ഫേസാ ഇത്? ഇത് ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്? വൈവാലന്റ് നേച്ചർ ഏത് ഘട്ടോടെ? ഏത് ഘട്ടത്തിൽ എങ്ങനെ നിൽക്കുന്നത്? പ്രോഫേസ്. അതാണ് അടുത്ത പോയിന്റ്. ഇനി ഈ ടെട്രാഡിലേക്ക് വരുമ്പോ ഏതാ ഫേസ്? ഈ ടെട്രാഡിലേക്ക് വന്നപ്പോൾ വെരി ഗുഡ്, മെറ്റാഫേസ്. ടെട്രാഡിലേക്ക് വന്നപ്പോൾ മെറ്റാഫേസ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട അടുത്ത പോയിന്റ് ഇതാണ്. അതായത് വൈവാലന്റ് ക്രോമസോം പ്രോഫേസ്, ഞാൻ PP എന്ന് എഴുതുന്നുള്ളൂ. പ്രോഫേസിൽ നിന്നും നിങ്ങൾ PP എന്ന് എഴുതി കളയരുത്, പിന്നെ വായിക്കുമ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ പ്രോഫേസിൽ നിന്നും മെറ്റാഫേസിനെ MB എന്ന് എഴുതും. മധ്യപ്രദേശ് എന്നല്ല, അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ PPയിൽ നിന്ന് MB എന്ന് വായിച്ചളയരുത്. മെറ്റാഫേസിലേക്ക് പോകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ടെട്രാഡായിട്ട് മാറുന്നത് ഇല്ലേ? അല്ലയോടെ? അതൊരു പ്രധാന പോയിന്റ് ആണ്. പ്രധാന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ക്രോമസോമിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാന ഒരു പോയിന്റ് ചോദിക്കും. ഇതാണ് വൈവാലന്റ് ആയിട്ടുള്ള ക്രോമസോംസ്, ദ്വിമുഖമായ ക്രോമസോമുകള് എപ്പോഴാണ് ചതുർമുഖനായിട്ട് മാറുന്നു വെച്ച് കഴിഞ്ഞാല്
വൈവാലന്റ് ആയിട്ടുള്ള ക്രോമസോമുകള്, ദ്വിമുഖമായ ക്രോമസോമുകള് അതിന്റെ പ്രോഫേസ് ഘട്ടത്തിൽ നിന്നും മെറ്റാ ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ചതുർമുഖനായിട്ട് മാറുന്നത്, ടെട്രാഡായിട്ട് രൂപം പ്രാപിക്കുന്നത്. അങ്ങനെ ടെട്രാഡായിട്ട് രൂപം പ്രാപിക്കുമ്പോൾ അതിൽ കാണപ്പെടുന്ന ഇതൊരു ക്രോമാറ്റിഡ്, ഇതൊരു ക്രോമാറ്റിഡ്, ഇവിടെ ഇതൊരു ക്രോമാറ്റിഡ്, ഇതൊരു ക്രോമാറ്റിഡ് ഇല്ലേ? അങ്ങനെ ഈ ഓരോ ക്രോമാറ്റിഡിനെയും നമ്മൾ എന്ത് വിളിക്കൂടെ? അപ്പൊ അതിലെ ഓരോ ക്രോമാറ്റിഡിനെയും നമ്മൾ എന്ത് വിളിക്കൂടെ? ഇതിലെ ക്രോമാറ്റിഡിനെ, അപ്പൊ ഇതിലെ ക്രോമാറ്റിഡുകളെ എന്ത് വിളിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ആ ടെട്രാ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതിലെ ക്രോമാറ്റിഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? കാരണം ഒരേപോലുള്ളതല്ലേ, ഒരേപോലുള്ളവരാണ് രണ്ടുപേരും, ഒരമ്മ പെറ്റ മക്കളാണ് രണ്ടുപേരും. അതുകൊണ്ട് നമുക്ക് ഇവർ രണ്ടുപേരും എന്ത് വിളിക്കാടെ? ആ, സിസ്റ്റർ ക്രോമാറ്റിഡുകൾ, സിസ്റ്റർ ക്രോമാറ്റിഡുകൾ എന്ന് വിളിക്കും, സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് വിളിക്കും, സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡുകൾ, ഇത് രണ്ടും അടുത്ത സിസ്റ്റർ ക്രോമാറ്റിഡുകൾ. അങ്ങനെ അതാണ് രണ്ട് വ്യത്യസ്ത കളർ വെച്ചത്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? സിസ്റ്റർ ക്രോമാറ്റിഡുകൾ, അതിനാണ് സിസ്റ്റർ ക്രോമാറ്റിഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഇനി നോക്കിക്കോളണേ. അപ്പൊ ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്. നോക്കിക്കോ, ഞാൻ അടുത്ത മഞ്ഞ കളറിൽ വരയ്ക്കുകയാണ്. ഇതും അത് മൈക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്, അത് ഓഫാക്കി വെച്ചാൽ കൊള്ളായിരുന്നു. ഇതും ഒരു ക്രോമാറ്റിഡ് ആണല്ലോ. എങ്കിൽ ഇതിനെ രണ്ടിനെ എന്ത് പറയും ഇവിടെ? ഇതിനെ ചേർത്ത് എന്ത് പറയും? ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. ഓക്കെ, ഇതും ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. എന്നാൽ ഇത് രണ്ടും ആണെങ്കിലോ? വെരി ഗുഡ്. അത് രണ്ട് കളർ വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, രണ്ട് കളറല്ല, അതിനെ നമ്മൾ വിളിക്കുന്നത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് വിളിക്കും. ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡില് എന്ത് നടക്കും? അതായത് ഈ വെള്ളക്കാലും ഈ മഞ്ഞക്കാലും കൂടെ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാവും. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ അതിനൊരു പേര് വിളിക്കും. എന്ത് വിളിക്കും? അതിനെയാണ് നമ്മൾ, അതായത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ, സിസ്റ്റർ ക്രോമാറ്റിഡുകൾ അല്ല, നോൺ സിസ്റ്റർ, ഈ വെള്ളയും ഈ മഞ്ഞയും, അങ്ങനെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ സെഗ്മെന്റ് വന്നിട്ട് ക്രോസ് ആകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുന്നത്. ക്രോസിംഗ്. അപ്പൊ എപ്പോഴും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിലാണ് എന്ത് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അല്ല, സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിലല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. എങ്ങനെ പറയാം? ഒരു ക്രോമസോമിന്റെ DNA പകർപ്പെടുക്കൽ വഴി, അല്ലെങ്കിൽ ഒരു ക്രോമസോം DNAയുടെ റെപ്ലിക്കേഷൻ വഴി രൂപം കൊള്ളുന്ന സമാന ക്രോമാറ്റിഡുകളെ എന്തെന്ന് വിളിക്കൂടെ? സമാന ക്രോമാറ്റിഡുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എന്തെന്ന് വിളിക്കുന്നത്? സമാന ക്രോമാറ്റിഡുകളെ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ എന്ന് വിളിക്കും. ചോദ്യമാണ് ഇതൊക്കെ, ചോദ്യമായിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കും അല്ലേ? ഒരു ക്രോമസോമിന്റെ DNA അല്ലെങ്കിൽ ക്രോമസോമിന്റെ പകർപ്പെടുക്കൽ വഴി, ഒരു ക്രോമസോമിന്റെ റെപ്ലിക്കേഷൻ വഴി, അല്ലെങ്കിൽ ക്രോമസോമിന്റെ ആവർത്തനം വഴി രൂപം കൊള്ളുന്ന സമാന പകർപ്പുകളെ അല്ലെങ്കിൽ സമാന ക്രോമാറ്റിഡുകളെ അല്ലെങ്കിൽ സമാന പകർപ്പുകളെയാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സിസ്റ്റർ ക്രോമാറ്റിഡുകളെ പൊതുവെ ആരെ ഉപയോഗിച്ചാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ആ സിസ്റ്റർ ക്രോമാറ്റിഡുകളെ പരസ്പരം ബൈവാലന്റ് ആയിരിക്കുമ്പോൾ ബന്ധമില്ല, ടെട്രാഡാകുമ്പോൾ ബന്ധപ്പെടുന്നു. അങ്ങനെ ബന്ധപ്പെടുന്ന ആ സിസ്റ്റർ ക്രോമാറ്റിഡുകളെ ബന്ധപ്പെടുത്തുന്ന ആളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ബന്ധപ്പെടുത്തുന്ന ആളാണ് ആര്? സെൻട്രോമിയർ. ആ പകർപ്പെടുക്കുന്ന ക്രോമസോമുകളെ, ആ സിസ്റ്റർ ക്രോമസോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഒരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോമിന്റെ എന്തായിരിക്കും ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ആർക്ക് പറയാം? ഞാൻ പറഞ്ഞ വാക്ക് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോമിന്റെ ഇരട്ടിയായിരിക്കും, പകുതിയായിരിക്കും? സിമ്പിൾ അല്ലേ? ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത, അവിടെ റെപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോമിന്റെ എന്തായിരിക്കും ഇവിടെ? ഒരു പകുതി ആയിരിക്കത്തില്ലേ? ഒരു നേർപകുതി ആയിരിക്കത്തില്ലേ? ഒരു പകുതി ആയിരിക്കത്തില്ലേടേ? അല്ലയോടെ? ഇതിന്റെ ഇങ്ങനെയുള്ളൊരു ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തല്ലേ ഇങ്ങനെ അതും കൂടെ ഉണ്ടാവുന്നത്? ഇത് രണ്ടും പപ്പാതിയല്ലേ? ഒരമ്മ പെറ്റ മക്കളല്ലേടെ? പകുതി വിധം അല്ലയോടെ? ആണോടെ? അല്ലയോ? ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഈ ഒരു ലെവലിലൊക്കെ നിങ്ങളോട് ചോദിക്കാം. ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോമിന്റെ എന്തെന്ന് വിളിക്കുന്നു? പകുതി, ഹാഫ്, പകുതി ആയിരിക്കും എന്നോർക്കുക. അതായത് ഒരു ജോഡി ഈ നമ്മളിവിടെ കണ്ട ഈ ഒരു ജോഡി സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, നോൺ സിസ്റ്റർ അല്ല, സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, ഈ ഒരു ജോഡി സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, ആ ഒരു ജോഡി സിസ്റ്റർ ക്രോമാറ്റിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ന് വിളിക്കൂടെ? വിളിക്കും. ആരോ പറഞ്ഞു തോന്നുന്നു. എന്താണ്? കേട്ടില്ല. ഇതാണോ പറഞ്ഞത്? ഈ ഡയാസ് എന്നാണോ പറഞ്ഞത്? ആണോടെ? ഓക്കെ. അപ്പൊ ആ ഒരു ജോഡി സിസ്റ്റർ ക്രോമാറ്റിനെ വിളിക്കുന്ന പേരാണ് ഒരു ഡയാസ് എന്ന് വിളിക്കും. ഒരു ഡയാസ് എന്ന് വിളിക്കും. കിട്ടിയോടെ? ഇത്രയും കാര്യം കിട്ടിയോ? ക്രോമസോമിനെ പറ്റി, ക്രോമാറ്റിനെ പറ്റി, ക്രോമാറ്റിഡിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? റെഡിയാണോ? ഓക്കെ ആണോടെ? റെഡിയല്ലേ? റെഡിയാണോ? ഓക്കെ ആണോടെ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രോമസോമിന്റെ ക്രോമസോം കൺസ്ട്രിക്ഷൻ ആണ്. ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള ക്രോമസോം കൺസ്ട്രിക്ഷൻ മീൻസ് ക്രോമസോംസ് മുറുകുന്നത്, അല്ലെങ്കിൽ ക്രോമസോംസ് ഞെരുകുന്നത്, അല്ലെങ്കിൽ ക്രോമസോംസ് സങ്കോചിക്കുന്നത്, അതിനാണ് ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൺസ്ട്രിക്ഷൻ എന്നേ ചോദിക്കത്തുള്ളൂ. ഇങ്ങനെ തന്നെ ചോദിക്കും. ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്നേ ചോദിക്കത്തുള്ളൂ. എന്താണ് ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്? ക്രോമസോം കൺസ്ട്രിക്ഷൻ പറയാൻ നമുക്ക്. അപ്പൊ ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ക്രോമസോമിന്റെ മുറുക്കം, ക്രോമസോംസ് ഞെരുങ്ങുന്നത്, ക്രോമസോമിന്റെ സങ്കോചിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അതിനെ പറയാം. ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്താണ്? ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ക്രോമസോം കൺസ്ട്രിക്ഷൻ കാണപ്പെടുന്നത്. ഒന്ന് പ്രൈമറി കൺസ്ട്രിക്ഷനും പ്രൈമറി കൺസ്ട്രിക്ഷൻ, ഞാൻ CN എന്നേ എഴുതുന്നുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡറി കൺസ്ട്രിക്ഷനും, പ്രൈമറി കൺസ്ട്രിക്ഷനും സെക്കൻഡറി കൺസ്ട്രിക്ഷൻ അഥവാ പ്രാഥമിക കൺസ്ട്രിക്ഷനും ദ്വിതീയ കൺസ്ട്രിക്ഷനും, ഇങ്ങനെ രണ്ട് തരത്തില്. പ്രാഥമിക കൺസ്ട്രിക്ഷനും ദ്വിതീയ കൺസ്ട്രിക്ഷനും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് കൺസ്ട്രിക്ഷനെ തരംതിരിച്ചിരിക്കുന്നത്. നമ്മള് ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. നമ്മളൊരു ക്രോമസോം എടുക്കുമ്പോഴത്തേക്ക് ആ ക്രോമസോമിന് ഇതേപോലെ രണ്ട് പാർട്സ് ഉണ്ട് അല്ലെ? ആ രണ്ട് പാർട്സിന്റെയും നടുവില് ഒരാളും കൂടി ഉണ്ട്. ആരുണ്ട്? നടുവിലുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ഒന്നും കൂടി വരയ്ക്കാം നന്നായിട്ട്. അതായത് നടുവിലുള്ള ആളാണ്. എന്നിട്ട് ഒരാളിനെ വരയ്ക്കുകയാണ്.
ഓക്കെ, അടുത്ത ആളിനെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നടുവിൽ ആരുണ്ട്? നടുവിൽ സെൻട്രോമിയർ ഉണ്ട് അല്ലേ? നടുവിൽ സെൻട്രോമിയർ ഉണ്ട് അല്ലേ? നടുവിൽ നോക്കുകയാണ്. ആ സെൻട്രോമിയറിലേക്ക് വരുന്ന ഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ. ഈ വരുന്ന ഭാഗം ഇവിടെയും സെൻട്രോമിയറിലേക്ക് ചേരുന്ന ഭാഗം എങ്ങനെയാണ് കാണുന്നത്? ഏത് രീതിയിലാണ് കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത്? ഇത് സെൻട്രോമിയർ. ഇത് സെൻട്രോമിയർ. ക്രോമസോം നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ആ സെൻട്രോമിയറിലേക്ക് വന്ന് ചേരുന്ന ഭാഗം എങ്ങനെയാ വരയ്ക്കുന്നത്? നമ്മള് ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്? എങ്ങനെ? വളരെ ചുരുങ്ങി അല്ലേ? വളരെ നാരോ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചുരുങ്ങി, വളരെ നാരോ ആയിട്ട് ചുരുങ്ങിയാണ് കാണപ്പെടുന്നത്. ചുരുങ്ങി അല്ലേ? കുറുകി, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള വീതി കുറഞ്ഞ് അങ്ങ് അറ്റത്തേക്ക് വീതി ഇല്ലാതെ ആയിട്ട് മാറുന്നു, കുറുകി വരുന്നു. അങ്ങനെ ആ കുറുകി വരുന്ന, അതായത് ക്രോമസോം സെൻട്രോമിയറുമായിട്ട് ചേരുമ്പോൾ അതിന്റെ മുകളറ്റം ക്രോമസോം സെൻട്രോമിയറായിട്ട് ചേരുമ്പോൾ അതിന്റെ ഈ മുകളറ്റം എന്ത് ചെയ്യുന്നു? ഈ മുകൾ വശം എന്ത് ചെയ്യുന്നു? വളരെ കുറുകി, ചെറുതായി ചുരുങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ ആ ചുരുങ്ങി വന്നിരിക്കുന്ന ആ റീജിയനെ, ഈ ചുരുങ്ങി വന്നിരിക്കുന്ന ഇങ്ങനെ ഇവിടെ ചുരുങ്ങി വന്നിരിക്കുന്ന ഇവിടെ ഇങ്ങനെ, ആ മൈക്ക് ഒന്ന് ഓഫാക്കി വെച്ചോളേ. ആ ചുരുങ്ങി വന്നിരിക്കുന്ന ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൺസ്ട്രിക്ഷൻ. കേട്ടോ? ആ ചുരുങ്ങി വന്നിരിക്കുന്ന ആ നാരോയായ, ആ മുകളറ്റം നാരോയായിട്ടുള്ള, അതായത് സെൻട്രോമിയറിനോട് ചേരുമ്പോൾ ആ അറ്റം വളരെ കൺസ്ട്രിക്റ്റ് ആയിട്ട് മാറും, ചുരുങ്ങും, വളരെ ഇടുങ്ങിയതായിട്ട് മാറും. ഇടുങ്ങി, കേട്ടോ? ഇടുങ്ങി എന്നാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. ഇടുങ്ങിയതായി മാറുന്നു. ആര്? ക്രോമസോംസ്. അതിനെയാണ് കൺസ്ട്രക്ഷൻ, ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. കൺസ്ട്രക്ഷൻ അല്ല, കൺസ്ട്രിക്ഷൻ. ക്രോമസോം അപ്പൊ എന്താണ് ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ക്രോമസോമിന് 2 പാർട്സുകളുണ്ട്, 2 ഭാഗങ്ങളുണ്ട്. ആ 2 ഭാഗങ്ങളില് യോജിക്കുന്നത് നടുവിലെ സെൻട്രോമിയർ എന്ന് പറയുന്ന ഒരു ഭാഗവുമായിട്ടാണ്. അതിന്റെ അറ്റം, ആ 2 ഭാഗത്തിന്റെയും മുകളറ്റം സെൻട്രോമിയറുമായിട്ട് ചേരുന്ന ഭാഗം വളരെ നാരോയായി, ഇടുങ്ങി, കുറുകിയതായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ഇടുങ്ങി, ഈ കുറുങ്ങിയതായിട്ട് കാണപ്പെടുന്ന ഈ റീജിയനെ വിളിക്കുന്ന പേരാണ്, ആ റീജിയനെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രിക്ഷൻ, ക്രോമസോം കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ ക്രോമസോം കൺസ്ട്രിക്ഷൻ ആണ് നമ്മൾ 2ആയിട്ട് തരംതിരിച്ചത്. ഒന്ന് പ്രൈമറി കൺസ്ട്രിക്ഷൻ എന്നും രണ്ടാമത്തത് സെക്കൻഡറി കൺസ്ട്രിക്ഷൻ എന്നും. പ്രൈമറി കൺസ്ട്രിക്ഷൻ ആൻഡ് സെക്കൻഡറി കൺസ്ട്രിക്ഷൻ. നമ്മൾ പ്രൈമറി കൺസ്ട്രിക്ഷനിലേക്ക് പോകുന്നു. എന്താണ് പ്രൈമറി കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്? നമ്മളിപ്പോ കണ്ടത് തന്നെയാണ് പ്രൈമറി കൺസ്ട്രിക്ഷൻ. അതായത് എവിടെയാണോ ഇത് വെച്ച് തന്നെ പറഞ്ഞുതരാം. എവിടെയാണോ ആ സെൻട്രോമിയർ ഇരിക്കുന്നത്, ഇവിടെയാണ് സെൻട്രോമിയർ ഇരിക്കുന്നത്, ഇവിടെയാണ് സെൻട്രോമിയർ ഇരിക്കുന്നത്. ആ എവിടെയാണോ ആ സെൻട്രോമിയർ ഇരിക്കുന്നത്, ആ ഇടുങ്ങിയ സ്ഥലം, ആ നാരോ റീജിയൻ, ആ ചുരുങ്ങിയ സ്ഥലം, അതാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എ പ്രൈമറി കൺസ്ട്രിക്ഷൻ. അപ്പൊ ഇതാണ് പ്രൈമറി കൺസ്ട്രിക്ഷൻ. അതായത് ആ ചുരുങ്ങിയ സ്ഥലം ഇരിക്കുന്ന എവിടെയാണോ, ഒരു ക്രോമസോം നോക്കുമ്പോഴത്തേക്ക് ആ സെൻട്രോമിയറുമായിട്ട് ചേരുന്ന ഭാഗം എവിടെയാണോ ഇടുങ്ങിയിരിക്കുന്നത്, ആ ഇടുങ്ങിയിരിക്കുന്ന ഭാഗം ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് പ്രൈമറി കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കൺസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ ആരാണ്ടേ? അപ്പൊ ഈ ചുരുങ്ങിയിരിക്കുന്ന ഭാഗം ഏതാ? പറഞ്ഞേ, ഏതാണ്? ഇടുങ്ങിയ ഭാഗം ഏതാടെ? അപ്പോഴ് ഏത് ഭാഗോടെ? ഏത് ഭാഗോടെ ഇടുങ്ങിയത്? ഏത് ഭാഗമാ? അപ്പൊ പരീക്ഷയെ ചോദിക്കുകയാണ്, ഒരു ക്രോമസോമിന്റെ അത് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ എന്താണ് പ്രൈമറി കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു. ഒരു ക്രോമസോമിന്റെ ആ ഇടുങ്ങിയ ഭാഗം, ഇരിക്കുന്നത് എവിടെയാണോ, ഒരു ക്രോമസോമിന്റെ ആ ഇടുങ്ങിയ ഭാഗം ഇരിക്കുന്നത് എവിടെയാണോ അതാണ് പ്രൈമറി കൺസ്ട്രിക്ഷൻ.
ഇപ്പൊ ഇടുങ്ങിയ ഭാഗം എവിടെ ഇരിക്കുന്നത്? ഇതിൽ ക്രോമസോമിന്റെ ഇടുങ്ങിയ ഭാഗം എവിടെയാണ് ഇരിക്കുന്നത്? പറയേ, ആരുമായിട്ട്? ആ സെൻട്രോമിയറില്. അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ പ്രൈമറി കൺസ്ട്രക്ഷൻ എവിടെ നടക്കുന്നു? പ്രൈമറി കൺസ്ട്രക്ഷൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് പ്രൈമറി കൺസ്ട്രക്ഷൻ? എവിടെയാ പ്രൈമറി കൺസ്ട്രക്ഷൻ? സെൻട്രോമിയറില് അല്ലേ? ഇടുങ്ങിയ ഭാഗം ഇരിക്കുന്നത് സെൻട്രോമിയറിലല്ലേ? അല്ലേടേ? ആണോ? ആണല്ലോ. ആണ്. അപ്പം ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ആ ക്രോമസോമിന്റെ 2 പാർട്സ് ഉണ്ട്, പി ആമും ക്യൂ ആമും ഉണ്ട്. ആ പി ആമും ക്യൂ ആമും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇടുങ്ങിയ ഭാഗം ആ ഓരോ ആമിന്റെയും ആ ഇടുങ്ങിയ കൂർത്ത ഭാഗം ആ ഓരോ ആമിന്റെയും ഈ കൂർത്ത ഭാഗം എവിടെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എന്തെന്ന് വിളിക്കുന്നത്? പ്രൈമറി കൺസ്ട്രക്ഷൻ. ഇത് നമ്മൾ ഈ ക്രോമസോമിന്റെ സ്ട്രക്ചർ ഈ സെൻട്രോമിയറിന്റെ ഇത് വെച്ച് പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കും എന്താണ് അക്രോസെൻട്രിക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഒറ്റ അത് മാത്രമുള്ള അല്ലേ? അത് ഓക്കെ, പോട്ടെ, അവിടെ പോട്ടെ. അപ്പം സിമ്പിൾ ആയിട്ട് ചോദിക്കും പരീക്ഷയ്ക്ക്, പ്രൈമറി കൺസ്ട്രക്ഷൻ ഏരിയ ഏത്? ഒരു ക്രോമസോമിന്റെ പ്രാഥമിക കൺസ്ട്രക്ഷൻ സൈറ്റ് ഏത്? സെൻട്രോമിയർ തന്നെയാണ്. അത്രേ ഉള്ളൂ. അതായത് സെൻട്രോമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക, ഒരു ക്രോമസോമിന്റെ 2 ആമുകളും ഇങ്ങനെയുള്ള 2 പി ആമുകളും ക്യൂ ആമും ഒരു ക്രോമസോമിന്റെ 2 ആമുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന, സംഗമിക്കുന്ന സ്ഥാനം, അത്രയേ ഉള്ളൂ സെൻട്രോമിയർ. അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാനുണ്ട്, പിന്നീട് പഠിക്കാം. സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ സെൻട്രോമിയർ എന്ന് പറയുമ്പം ഒരിക്കലും സെൻട്രൽ ഇരിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല സെൻട്രോമിയർ ഉപയോഗിക്കുന്നത്. സെൻട്രോമിയർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ക്രോമസോമിന്റെ 2 ആമുകൾ, 2 കൈകൾ, പി ആമും ക്യൂ ആമും, ക്രോമാറ്റിഡ് അല്ല, പി ആമും ക്യൂ ആമും ഇരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ജോയിൻ ചെയ്യുന്ന ഭാഗം, അല്ലാതെ സെൻട്രൽ ഇരിക്കുന്ന ഭാഗമല്ല. ക്രോമസോമിന്റെ നടുവിരിക്കുന്ന ഭാഗമാണ് സെൻട്രോമിയർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ പൊട്ടത്തെറ്റാണ്. ചിലപ്പോൾ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും, ക്രോമസോമിന്റെ നടുവിൽ കാണപ്പെടുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ നടുവാണ്, ക്രോമസോമിന്റെ മധ്യഭാഗമാണ് സെൻട്രോമിയർ എന്നൊക്കെ തന്നിരുന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. സെൻട്രോമിയർ എവിടെ വേണോ ആവാം. കേട്ടോ? ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് അതിനെ സെൻട്രോമിയർ വാക്ക് കേൾക്കുമ്പോൾ സെൻട്രോ എന്നൊക്കെ വിളിക്കും? അതിന്റെ അർത്ഥം എന്താണ്? രണ്ടിന്റെയും ഈ പി ആമിന്റെയും ക്യൂ ആമിന്റെയും നടുവിലാണ് അവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ സെൻട്രോമിയർ നടുവിലിരിക്കുന്നതല്ല. സെൻട്രോമിയർ നടുവിലേ ഇരിക്കുവെന്നല്ല. എന്തുകൊണ്ടാണ് അതിനെ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതായത് 2 ആമിന്റെ നടുക്ക് 2 ആമുകളും തമ്മിൽ, അതായത് പി ആമും ക്യൂ ആമും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ആള്, പി ആമും ക്യൂ ആമും തമ്മിൽ ജോയിൻ ചെയ്യുന്ന, സംഗമിക്കുന്ന, കൂടിച്ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ആള് എന്ന നിലയ്ക്കാണ് അതിനെ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരു ക്രോമസോമിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന, അല്ലെങ്കിൽ ക്രോമസോമിന്റെ നടുവിൽ കാണപ്പെടുന്ന ആളെന്നുള്ള നിലയ്ക്കല്ല എന്തെന്ന് പറയുന്നത്, എന്തെന്ന് വിളിക്കുന്നത്? സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായടെ? ഒരിക്കലും ഒരു സെൻട്രോമിയർ ഒരു ക്രോമസോമില് മധ്യഭാഗത്തായിട്ട് ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി രണ്ടാമത്തത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. എന്താണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? സെക്കൻഡറി കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, ബൈവാലന്റ് നേച്ചർ കഴിഞ്ഞിട്ട് ക്രോമസോമുകൾ റെപ്ലിക്കേഷൻ പൂർത്തിയാക്കി എന്ത് ചെയ്യുന്നു? അവരുടെ ടെട്രാഡ് രൂപവൽക്കരിക്കുന്നു, ടെട്രാഡ് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ? ക്രോമസോംസ് ഒരു ടെട്രാഡ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ കഴിയുന്ന ആഫ്റ്റർ റെപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കുന്ന സമയത്ത്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ക്രോമസോമിനെ തന്നെ ഞാൻ ഒന്ന് മാറ്റി കുറച്ച് വലുതായിട്ട് വരയ്ക്കും, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ജസ്റ്റ് അത് തന്നെ ഒന്ന് മാറ്റി വലുതായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ഇത് മുകളിലത്തെ ആമ്, ഇതതിൻ്റെ അടുത്ത ആമ് കേട്ടോ. അടുത്ത ആമ് കുറച്ച് വലുതായി പോയി. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ അടുത്ത ആമും ഇവിടെ വരയ്ക്കുകയാണ്.
അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ വരച്ച, കുറച്ച് വലുതാക്കി. ഈ താഴെയുള്ള രണ്ടാമത് അതും കുറച്ച് വലുതാക്കി ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ക്രോമസോം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഏത് ഫോമാറ്റിലാണ്, ഇപ്പോൾ ഏത് ഫോമാറ്റിലാണ് ഇരിക്കുന്നത്? ടെട്രാഡാണല്ലോ, ചതുർമുഖനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, സെൻട്രോമിയർ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോ എന്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണോ, സിസ്റ്റർ ക്രോമാറ്റിഡ് ആണോ ഇതിലുള്ളത്? സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്തെ ചില സമയത്ത് ക്രോമസോമിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ നാരോനെസ് ഉണ്ടാകുന്നത്, ഞാൻ വേറൊരു കളർ കൊടുക്കണമെന്നേ ഉള്ളൂ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ആ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു കൺസ്ട്രക്ഷൻ ആണ്. ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഇടുങ്ങിയ ഭാഗം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ രൂപപ്പെടും. ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കൂടെ ഇരിക്കുന്നു. അതായത് ഓൾറെഡി എന്തുണ്ട് ഇവിടെ? ഈ ടെട്രാഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എന്തുണ്ട്? ഇതിൽ എന്തുണ്ട്? ഇതിൽ ഓൾറെഡി എന്തുണ്ട്? എന്ത് കൺസ്ട്രക്ഷൻ ഉണ്ട് നിലവില്? പറയേ, ഓൾറെഡി ഇതിൽ എന്തുണ്ട്? പ്രൈമറി ഉണ്ട്. ഇതൊക്കെ പ്രൈമറി ആണ്. ഇതെല്ലാം പ്രൈമറി ആണല്ലോ. ഇതെല്ലാം പ്രൈമറി കൺസ്ട്രക്ഷൻ. ഇത് പ്രൈമറി, ഇവിടെ പ്രൈമറി, ഇതെല്ലാം പ്രൈമറി ആണല്ലോ, നമുക്കറിയാം. അതായത് സെൻട്രോമിയറുമായിട്ട് ഇടുങ്ങിയ ഭാഗം ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രൈമറി കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ പ്രൈമറി ഉണ്ട്. അത് കൂടാതെ, പ്രൈമറിയെ കൂടാതെ എവിടെയെങ്കിലും വേറെ കൺസ്ട്രക്ഷൻ ഇരുന്നാൽ, പ്രൈമറി കൺസ്ട്രക്ഷൻ ഒരു ക്രോമസോമില് പ്രൈമറി കൺസ്ട്രക്ഷനെ കൂടാതെ വേറെ ഏത് കൺസ്ട്രക്ഷൻ ഇരുന്നാലും അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി കൺസ്ട്രക്ഷൻ. അത്രയേ ഉള്ളൂ. അതായത് ഒരു ക്രോമസോമില് പ്രാഥമിക കൺസ്ട്രക്ഷനെ കൂടാതെ എവിടെ കൺസ്ട്രക്ഷൻ ഇരുന്നാലും അതിനെ സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കും. ഒരിക്കലും ടെർഷറി എന്നോ ക്വാട്ടേണറി എന്നോ ഒന്നും വിളിച്ച് പോകത്തില്ല. ഒള്ളി ക്രോമസോമില് രണ്ട് തരം കൺസ്ട്രക്ഷനേ ഉള്ളൂ, പ്രൈമറി ആൻഡ് സെക്കൻഡറി. തെറ്റിക്കാൻ വേണ്ടി ക്വാട്ടേണറി എന്നോ ഫിഫ്ത്ത് എന്നോ ഫോർത്ത് എന്നോ കാണും, ഇല്ല, ഒരിക്കലും ഇല്ല. ഒള്ളി പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതിന് ആ ഒരു കൺസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ഈ പടം തന്നെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ താഴെ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. ഇതേപോലെ തന്നെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നു. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. ഞാൻ മനസ്സിലാകാൻ വേണ്ടി കളർ മാറ്റിയെന്നുള്ളൂ, അല്ലാതെ നോൺ സിസ്റ്റർ ഒന്നും അല്ല, സിസ്റ്റർ തന്നെയാണ്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നു, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായി. ഇതും സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പം ഒരു ക്രോമസോമില് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സെക്കൻഡറി കൺസ്ട്രക്ഷനെ, ഓക്കെ, അപ്പൊ അതായത് ഒരു ക്രോമസോമിന്റെ ഒരു ക്രോമാറ്റിഡില് ഒരു കൺസ്ട്രക്ഷൻ വന്നു, മറ്റൊരിടത്ത് വേറൊരു കൺസ്ട്രക്ഷൻ വന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഈ സെക്കൻഡറി കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വേണമാവാം. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. ഏത് ക്രോമാറ്റിൽ വേണോ വരാം, സിസ്റ്റർ ക്രോമാറ്റിൽ എങ്ങനെ വേണോ വരാം. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ദ്വിതീയ കൺസ്ട്രക്ഷനില് അല്ലെങ്കിൽ ക്രോമസോമിന്റെ ദ്വിതീയ സങ്കോചത്തിൽ, ക്രോമസോമിന്റെ ദ്വിതീയ മുറുക്കത്തിൽ, ക്രോമസോമിന്റെ ദ്വിതീയ ഞെരുക്കത്തിൽ സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങൾ കാണപ്പെടും. ഞാനിവിടെ വരച്ചു. ഇത് ഒന്നാമത്തെ ഭാഗവും ഇത് അടുത്ത ഭാഗവും, രണ്ടാമത്തെ ഭാഗവും. ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് ടീലോമിയർ. എന്താണ് ടീലോമിയർ? ഇറ്റ് ഈസ് ദ ടെർമിനൽ പാർട്ട് ഓഫ് ദി ക്രോമസോംസ്. ക്രോമസോമിന്റെ
ഏറ്റവും അറ്റത്ത്, തുഞ്ചത്ത്, ടോപ്പില്, ടെർമിനല്, അഗ്രത്തിൽ, അല്ലെ, അഗ്രഭാഗത്ത്, അല്ലെ, ടെർമിനൽ എൻഡില് കാണപ്പെടുന്ന സെക്കൻഡറി കൺസ്ട്രക്ഷനെ വിളിക്കുന്ന പേരാണ് ടീലോമിയർ. എന്താണ്ട്? ടീലോമിയർ. മറന്നു പോകരുത്. കാരണം ഈ എന്താ പറയടേ, ഞാൻ വരച്ചപ്പം തിരിഞ്ഞു പോയതാണ്, എഴുതിയപ്പോൾ തിരിഞ്ഞു പോയതാണ്. ഇത് ഇവിടെ ഇവിടെ അല്ലേ, ടെർമിനൽ എൻഡ്, ടീലോമിയർ. ടീലോമിയർ, ടെർമിനൽ എൻഡിൽ കാണപ്പെടുന്ന ടീലോമിയർ, അറ്റത്ത് കാണപ്പെടുന്ന ടീലോമിയർ, ടെർമിനൽ എൻഡിലുള്ള ടീലോമിയർ. അപ്പൊ സാധാരണ ടീലോമിയർ എന്ന് പറയുന്നത് എപ്പോഴും സാധാരണയായിട്ട് ക്രോമസോമിന് എന്താണ് ചെയ്തു കൊടുക്കുന്നത്, എന്താണ് സഹായം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ക്രോമസോമിന് ഒരു സ്റ്റെബിലിറ്റി, മനസ്സിലായില്ലേ, ക്രോമസോമിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റെപ്ലിക്കേഷൻ അല്ലേ, റെപ്ലിക്കേഷൻ സമയത്ത് ആ റെപ്ലിക്കേഷന് സഹായിക്കുന്ന ഒരാളും കൂടിയാണ് ടീലോമിയർ എന്ന് പറയുന്നത്. ടീലോമിയറിന്റെ യഥാർത്ഥ രൂപവും രൂപാന്തരണവും ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ടീലോമിയർ, കാരണം ഇവിടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കുറച്ച് ധാരാളത്തെ പോവും ടീലോമിയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്. അതാണ് ഞാൻ ടീലോമിയറിനെ കുറിച്ച് ഇവിടെ പറയാതെ, നമ്മൾ സെൻട്രോമിയറും ടീലോമിയറും സെപ്പറേറ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ പറഞ്ഞുതരാം, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നെങ്കിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കൊള്ളുക, സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ രൂപപ്പെടുന്ന രണ്ടു പേരിൽ അപ്പൊ ടീലോമിയർ എവിടെ രൂപപ്പെടുന്നത്, ഏത് കൺസ്ട്രക്ഷനിലാണെന്ന് ചോദിക്കും. ടീലോമിയർ രൂപപ്പെടുന്നത് ഏത് തരം കൺസ്ട്രക്ഷനിലാണ്, ഏത് തരം ചുരുങ്ങളിലാണ്? സെക്കൻഡറി, ദ്വിതീയത്തിലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളിനെ നമ്മൾ വിളിക്കുന്നത് സാറ്റലൈറ്റ് എന്നാണ്. എന്താണ്ട്? സാറ്റലൈറ്റ്. രണ്ടാമത്തേനെ വിളിക്കുന്നത് സാറ്റലൈറ്റ് എന്നാണ്. രണ്ടാമത്തെ കൺസ്ട്രക്ഷനെ വിളിക്കുന്നത് സാറ്റലൈറ്റ്. അപ്പൊ ഒന്നാമത്തത് ടെർമിനൽ എൻഡുള്ളതിനെ ടീലോമിയർ എന്നും ഒന്നാമത്തെ എൻഡിലുള്ളതിനെ, ടെർമിനൽ എൻഡിലുള്ളതിനെ ആണ് ടീലോമിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തേനെ നമ്മൾ വിളിക്കുന്നത് സാറ്റലൈറ്റ് എന്നാണ്. സാറ്റലൈറ്റ് ആൻഡ് ടീലോമിയർ. അപ്പോൾ സെക്കൻഡറി കൺസ്ട്രക്ഷന്റെ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ടീലോമിയറും ആൻഡ് സാറ്റലൈറ്റ്. ടീലോമിയർ ആൻഡ് സാറ്റലൈറ്റ്. സാറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. സാറ്റലൈറ്റിനെ സാറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം സെക്കൻഡറി കൺസ്ട്രക്ഷൻ മൂലമാണ് സാറ്റലൈറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്രോമസോമിൽ ഇരിക്കുന്ന ഈ സാറ്റലൈറ്റിനെ നമ്മൾ വിളിക്കുന്നത് സാറ്റ് എന്ന പേരിലും അറിയപ്പെടും. സാറ്റലൈറ്റിനെ നമ്മൾ സാറ്റ് എന്നുള്ള പേരിലും വിളിക്കും. SAT, സാറ്റ്. അപ്പൊ സാറ്റ് രൂപപ്പെടുന്നത് എപ്പോൾ? സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ. ടീലോമിയർ രൂപപ്പെടുന്നത് എപ്പോൾ? സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ. ഓക്കെ, അപ്പൊ ആലോചിച്ചോളണം. ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതായത് ഒരു ക്രോമസോമിൽ സാറ്റലൈറ്റ് എന്ന സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഇരുന്നാൽ ആ ക്രോമസോമിനെ എന്ത് ക്രോമസോം എന്ന് വിളിക്കും? വിളിക്കൂടെ? ആ ക്രോമസോമിനെയാണ് എന്ത് ക്രോമസോം വിളിക്കുന്നത്? സാറ്റ് ക്രോമസോം. മനസ്സിലായില്ലേ? ഒരു ക്രോമസോം നമ്മൾ നോക്കുമ്പോൾ, സെക്കൻഡറി കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ, അതിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ആ ക്രോമസോമിനെ, അതായത് എന്ത് വിളിക്കും? സാറ്റലൈറ്റ് ക്രോമസോം എന്ന് വിളിക്കും. സാറ്റ് ഉണ്ടെങ്കിൽ അതിനെ സാറ്റലൈറ്റ് ക്രോമസോം. ഈ സാറ്റും, അതായത് സാറ്റലൈറ്റും, അതുപോലെ തന്നെ ഈ ടീലോമിയറും എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു മാർക്കറാണ്. ക്രോമസോമിന്റെ മാർക്കറിനെ പറ്റി നമ്മൾ പഠിക്കും. മാർക്കറിനെ പറ്റിയും വെക്ടറിനെ പറ്റിയും നമ്മൾ പഠിക്കാറില്ലേ? അതുപോലെ ഒരു മാർക്കറാണ് ഈ സാറ്റും അതുപോലെ തന്നെ ടീലോമിയറും എന്ന് പറയുന്നത്. സാറ്റ് ആൻഡ് ടീലോമിയേഴ്സ് ആർ ദ മാർക്കേഴ്സ്. ഒരു മാർക്കർ പോലെയാണ് ഇവ ആക്ട് ചെയ്യുന്നത്. കാരണം ഈ സാറ്റ് ആയാലും ടീലോമിയേഴ്സ് ആയാലും ഇതിനൊക്കെ എന്തുകൊണ്ടാണ് ഇത് മാർക്കർ ആവാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇതിനെ മാർക്കറിന്റെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്, ഇതിനെ മാർക്കറിന്റെ ഗണത്തിൽ എന്തുകൊണ്ടാണ് പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ നമ്മളിപ്പോൾ വരച്ച കാര്യം തന്നെയാണ്.
കാരണം ടെർമിനൽ എൻഡിൽ മാത്രമേ ടീലോമിയർ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റിനും ടീലോമിയറിനും ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ ഈ സാറ്റലൈറ്റും ടീലോമിയറും ഒരു യൂണീക്നെസ് ഉണ്ടാവും. കാരണം ഇവയ്ക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻ, സ്ഥാനമുണ്ടായിരിക്കും. ഈ സാറ്റലൈറ്റും ടീലോമിയറും ഒരു ക്രോമസോമുകളിൽ എവിടെയെങ്കിലും കയറിയിരിക്കത്തില്ല. സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആയിട്ട് എവിടെയെങ്കിലും അല്ല കാണപ്പെടുന്നത്. ഇവയ്ക്കൊരു യുണീക്നെസ് ഉണ്ട്. ഇവയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ട്. ആ ഒരു പ്രത്യേക പൊസിഷനിലായിരിക്കും ഈ സാറ്റലൈറ്റും ഈ ടീലോമിയറും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ മാർക്കർ എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, കാരണം ഈ സാറ്റും ടീലോമിയറും ഒരു പ്രത്യേക പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ്, ഒരു പർട്ടിക്കുലർ ക്രോമസോമിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ രണ്ടിനെ ഉപയോഗിക്കാം. ഇപ്പൊ സാറ്റ് ഉണ്ടെങ്കിൽ അതിനെ സാറ്റ് ക്രോമസോം എന്ന് വിളിക്കും അല്ലേ, അല്ലെങ്കിൽ സാറ്റും ടീലോമിയറും ഉണ്ടെങ്കിൽ അതിനെ മാർക്കർ ക്രോമസോം എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ക്രോമസോമുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഈ സാറ്റുള്ള ക്രോമസോമിനെ സാറ്റ് ക്രോമസോം എന്ന് വിളിക്കും. അതിൽ ടീലോമിയർ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അതുപോലെ തന്നെ സാറ്റും മാർക്കറുമുള്ള, അല്ലെങ്കിൽ സാറ്റ് മാത്രമുള്ള, അല്ലെങ്കിൽ ടീലോമിയർ മാത്രമുള്ള ആ ക്രോമസോമുകളെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ മാർക്കർ ക്രോമസോമുകൾ എന്നും വിളിക്കും. മാർക്കർ ക്രോമസോമുകൾ. ഓക്കെ, അപ്പൊ സാറ്റ് സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ, ടീലോമിയർ സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ. രണ്ടും മാർക്കേഴ്സ് ആണ്, മാർക്കറുകളാണ്. കാരണം ഇവയ്ക്ക് യൂണീക്ക് ആയിട്ടുള്ള പൊസിഷൻസ്, ഇവ ക്രോമസോമിൽ അടുക്കി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രത്യേക തരത്തിലുള്ള ക്രോമസോമുകളെ തിരിച്ചറിയുന്നതിന് ഇതിനെ രണ്ടിനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെ, അങ്ങനെ ക്രോമസോമുകളെ, ഒരു പ്രത്യേക തരം ക്രോമസോമുകളെ തിരിച്ചറിയാനായിട്ട് ഇവരെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ വിളിക്കുന്നത് മാർക്കർ ക്രോമസോമുകൾ എന്നും വിളിക്കുക. അപ്പൊ മാർക്കർ ക്രോമസോമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി കൺസ്ട്രക്ഷൻ ക്രോമസോമുകളാണ്, സാറ്റ് ക്രോമസോമുകളാണ് എന്നൊക്കെ ഉള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. കിട്ടിയടേ? ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം ഓർക്കുക. അത് ഓർത്ത് വെക്കുമ്പോഴത്തേക്ക്, കാരണം സാറ്റും ടീലോമിയറും മാർക്കർ ക്രോമസോമുകളാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷനിൽ സാറ്റലൈറ്റ് വരണം. ആ സാറ്റലൈറ്റ് പ്രസന്റ് ആണെങ്കിൽ മാത്രമേ കേട്ടോ, സാറ്റലൈറ്റ് ഒള്ളി പ്രസന്റ് മാത്രമാണെങ്കിലാണ് നമ്മളെ മാർക്കർ ക്രോമസോം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓൾറെഡി മാർക്കർ ക്രോമസോമുകളാണ് സാറ്റും ടീലോമിയറും ഉള്ളത്. എന്നാൽ ടീലോമിയർ മാത്രം വരികയാണെങ്കിൽ അത് നമ്മൾ മാർക്കർ ക്രോമസോമുകളായിട്ട് കണക്കാക്കത്തില്ല. അത് മാർക്കർ ആണെന്നേ കണക്കാക്കത്തുള്ളൂ, മാർക്കർ ക്രോമസോമുകളായിട്ട് കണക്കാക്കത്തില്ല. എന്നാൽ സാറ്റ് ഉണ്ടെങ്കിൽ, ടീലോമിയർ ഇല്ലെങ്കിൽ പോലും ആ ക്രോമസോമിനെ നമ്മൾ മാർക്കർ ക്രോമസോമായിട്ട് കണക്കാക്കും. അപ്പം ആ ഒരു കാര്യവും നമ്മൾ അവിടെ ഓർത്ത് വെച്ചിരിക്കുക, സിമ്പിളായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്ര കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് ഒരു സുഖം ഉണ്ടാവത്തില്ല. ഓക്കെ, അതായത് ഇനി ക്രോമസോമിന്റെ ടൈപ്സുകളാണ്. അതായത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ്, പെട്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് സെൻട്രോമിയർ, നമ്മൾ പറഞ്ഞ സെൻട്രോമിയർ എവിടെയാണ്, കണ്ടോ, ബേസ്ഡ് ഓൺ ദ പൊസിഷൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെൻട്രോമിയറിന് എവിടെ വേണോ ആകാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സെൻട്രൽ മാത്രമല്ല, എവിടെ വേണോ ആകാം. അപ്പം സെൻട്രോമിയർ എവിടെയാണ് എന്നതിനെ അനുസരിച്ച് നമ്മൾ ക്രോമസോമുകളിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. എവിടെയാണ് സെൻട്രോമിയർ ഇരിക്കുന്നത്, ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സെൻട്രോമിയർ. എവിടെയാണ് സെൻട്രോമിയർ ഉൾപ്പെടുന്നത്, സെൻട്രോമിയർ ഇരിക്കുന്നത് എവിടെയാണ്, സെൻട്രോമിയർ എവിടെയാണ് ഉൾക്കൊള്ളുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ക്രോമസോമുകളിനെ പ്രധാനമായിട്ട് 4ആയിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്ന് ടീലോ സെൻട്രിക്. മനസ്സിലാക്കാൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ടീലോ സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ആം മാത്രമേ കാണത്തുള്ളൂ. അതായത് ഒരു സെൻട്രോമിയറും ഒരാമും. ഓക്കെ, ഒറ്റ ആമും. ദിസ് ഈസ് ടീലോസെൻട്രിക്. രണ്ടാമത്തത് അക്രോസെൻട്രിക്.
അക്രോസെൻട്രിക് ആണെങ്കിൽ സെൻട്രോമിയർ ഉണ്ടാവും, ഒരു ചെറിയ ആമും ഒരു വലിയ ആമും. അതാണ് അക്രോസെൻട്രിക്. ഒരു ചെറിയ ആമും ഞാൻ പടം വൃത്തിയായിട്ട് വരയ്ക്കുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഒരു വലിയ ആമും ഒരു ചെറിയ ആമും ആണെങ്കിൽ അതിനെ ടീലോസെൻട്രിക് എന്ന് വിളിക്കും. സോറി, അക്രോസെൻട്രിക് എന്ന് വിളിക്കും. ഒറ്റ ആമാണെങ്കിൽ ടീലോ വാലോ എന്ന് ആലോചിച്ചാൽ മതി. വാലോ കേട്ടോ, ടീലോ അല്ലെങ്കിൽ ടി എന്ന് ആലോചിച്ചാൽ മതി. ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാല് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ സെൻട്രോമിയർ ആയിട്ട് എടുത്താൽ മതി. ടിയുടെ മുകളിലത്തെ ആള് സെൻട്രോമിയർ എന്നായിട്ട് എടുത്താൽ മതി. ബാക്കി ഒരു വാല് മാത്രമേ ഉള്ളൂ ടിക്ക്. ദാറ്റ് ഈസ് ടീലോസെൻട്രിക്. ഈ അക്രോസെൻട്രിക്കിനെ എ ആയിട്ട് കൺസിഡർ ചെയ്യുക. എ ആയിട്ട് വേണമെങ്കിൽ ഈ എ എന്ന് പറയുന്നത്, ഓക്കെ, ഈ എ എന്ന് പറയുന്നത് ഈ എയുടെ നടുക്കുള്ള വര സെൻട്രോമിയർ ആയിട്ടും മുകളിലുള്ള എയുടെ ഭാഗം ചെറിയ വാലായിട്ടും താഴെയുള്ളതിനെ വലിയ വാലായിട്ട് എടുക്കുക. അപ്പം അക്രോസെൻട്രിക് ആവും. അതായത് എയും ടിയും അല്ലേ ഫസ്റ്റ് അക്ഷരങ്ങൾ, ടിയും എയും അല്ലേ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോയിരിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാൻ പറ്റും. എ എന്നുള്ള അക്ഷരം വെച്ചും ടി എന്നുള്ള അക്ഷരം വെച്ചും അതിനെ കണക്കാക്കാൻ പറ്റും. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അടുത്ത മൂന്നാമത്തത് മെറ്റാസെൻട്രിക് വളരെ സിമ്പിൾ ആണ്. രണ്ടും ഈക്വൽ ആയിട്ട് തുല്യമായിട്ടുള്ള ആമാണെങ്കിലാണ് ഒരേപോലെ ആയിരിക്കും. ഒരേപോലെ, ഒറ്റ നീളവും ഒറ്റ വീതി എല്ലാം ഉള്ള. ഞാൻ വരച്ചപ്പോൾ അങ്ങനെ ആയില്ല, അപ്പൊ എഴുതി വെച്ചിരിക്കണം. ഇതാണ് ഒരേ പോലെയുള്ള, തുല്യമായ ഈക്വൽ ആയിട്ടുള്ള പി ആമും ക്യൂ ആമും ഒരേപോലെ ആയിരിക്കും. ഒരേപോലെയുള്ളതാണ് മെറ്റ എന്ന് നമ്മൾ മെറ്റാ ഡാറ്റ എന്നൊക്കെ പറയത്തില്ലേ, മെറ്റ. ഓക്കെ. അടുത്തത് നാലാമത്തത് സബ് മെറ്റാസെൻട്രിക് കണ്ട. മെറ്റാസെൻട്രിക് എന്തോ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു, അത്രേ ഉള്ളൂ. സബ് മെറ്റാസെൻട്രിക്, സബ് ചെറുത്, സബ് അതായത് രണ്ടാമും ഈക്വൽ ആയിരിക്കത്തില്ല. മെറ്റാസെൻട്രിക്കിൽ രണ്ടും പി ആമും ക്യൂ ആമും ഒരേപോലെയാണ്. എന്നാൽ സബ് മെറ്റാസെൻട്രിക് ആണെങ്കിലോ ഒരാമ് നോർമൽ ആയിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞ മെറ്റാസെൻട്രിക്കുള്ള ആമ് ഇതുണ്ടായിരിക്കും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടുള്ള മറ്റൊരു ആമ്, അത്രേ ഉള്ളൂ. അതായത് ഒരു വലുത്, ആ വലുതിനേക്കാൾ കുറച്ച് ചെറിയൊരാമ്. അത് തീരെ ചെറുതായ എന്തായിട്ട് മാറും? ഇവിടെ ഈ ആമ് ഞാൻ തീരെ ചെറുതെന്ന് പറയണമെങ്കിൽ എന്തായിട്ട് മാറും? അത് എന്തായിട്ട് മാറും? അക്രോസെൻട്രിക് ആയി പോകും. അപ്പൊ അതായത് അക്രോസെൻട്രിക് ആണെങ്കിൽ ഒരു ചെറിയ ആമും ഒരു വലിയ ആമും, അക്രോസെൻട്രിക്. എന്നാൽ സബ് മെറ്റാസെൻട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ആ രണ്ടാമ് തന്നെയാണ്, വലിയ ആമിനേക്കാൾ കുറച്ച് ചെറിയ ആമുള്ളത്. മനസ്സിലായില്ലേ? വലിയ ആമിനേക്കാൾ കുറച്ച് ചെറിയ ആം. അതാണ് സബ് മെറ്റാസെൻട്രിക്. എന്നാൽ അക്രോസെൻട്രിക് അല്ല, ഒന്ന് വലുതും ഒന്ന് ചെറുതുമല്ല, വലിയ ആമിനേക്കാൾ ഇച്ചിരി ഒന്ന് ചെറിയ ആമ്. ദാറ്റ് ഈസ് സബ് മെറ്റാസെൻട്രിക്. ഇങ്ങനെയാണ് നമ്മുടെ ഏതിന്റെ സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ച് ക്രോമസോമിനെ നമ്മൾ തരംതിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി വളരെ ചുരുക്കം 1-2 കാര്യങ്ങൾ അവിടെ പറയാനുള്ളൂ. അപ്പൊ ആ മോഡ്യൂളിന്റെ ആ ഭാഗം മൊത്തം അങ്ങ് കഴിയും.